സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് റിലീസാവുന്ന സിനിമകളൊക്കെ പാട്രിയോട്ടിക് മൂവീസ് ആവണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഇന്ത്യൻ സിനിമയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷക്കാലമായിട്ട് ഓഗസ്റ്റ് 15 റിലീസായിട്ടുള്ള മിക്ക സിനിമകളും ദേശീയതയ്ക്ക് പ്രാധാന്യം നൽകുന്ന സിനിമകളായിരുന്നു എന്നുള്ളതാണ്. അവയിൽ പാട്രിയോട്ടിക് മൂവീസ് ഉണ്ടായിരിക്കാം, ഹിസ്റ്റോറിക്കൽ മൂവീസ് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ജോണറിൽ വരുന്ന സിനിമകളാണ് ഇന്ത്യൻ സിനിമയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കുറച്ച് വർഷക്കാലമായിട്ട് ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് റിലീസാവുന്ന സിനിമകളൊക്കെ. എന്നാൽ ഈ 3 ജോണറിലും പെടുന്ന അല്ലെങ്കിൽ ഈ 3 കാറ്റഗറിയിലും പെടുന്ന സിനിമയായിരുന്നു ഈ ഓഗസ്റ്റ് 15 റിലീസ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ആ ഒരു സിനിമ ഓഗസ്റ്റ് 15 വരെ കാത്തു നിൽക്കാതെ ജൂലൈ മാസത്തിൽ തന്നെ റിലീസ് ചെയ്യുകയുണ്ടായി. റിലീസ് ചെയ്തതിനു ശേഷം പ്രേക്ഷകരിൽ നിന്നും വളരെ മോശമായിട്ടുള്ള പ്രതികരണമാണ് ലഭിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് ശങ്കർ സംവിധാനം ചെയ്ത് ഉലകനായകൻ കമൽഹാസൻ നായകനായിട്ട് അഭിനയിച്ചുള്ള ഇന്ത്യൻ 2 എന്ന സിനിമയെ പറ്റിയാണ്. ഇന്ത്യൻ 2 വെല്ലുവിളിയായിട്ട് ഓഗസ്റ്റ് 15 റിലീസ് ചെയ്ത് പ്രഖ്യാപിച്ചിരുന്ന ആ മറ്റൊരു സിനിമ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അത് സൂപ്പർ ഹിറ്റ് ആയുള്ള ഒരു സിനിമയുടെ 2ാം ഭാഗമാണ്. അല്ലു അർജുന് ദേശീയ അവാർഡ് നേടിക്കൊടുത്തിട്ടുള്ള പുഷ്പ എന്ന സിനിമയുടെ 2ാം ഭാഗത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഫഹദ് ഫാസിൽ തകർത്ത് അഭിനയിച്ച പുഷ്പ എന്ന സിനിമയുടെ 2ാം ഭാഗം ഓഗസ്റ്റ് 15 റിലീസ് ചെയ്ത് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ പുഷ്പ 2 റിലീസ് ചെയ്ത് പോസ്റ്റ്പോൺ ചെയ്ത് ഡിസംബറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മിക്കവാറും ക്രിസ്മസിനോടനുബന്ധിച്ചായിരിക്കും പുഷ്പ 2 റിലീസ് ആവുക. എന്നാൽ ഈ വർഷത്തെ ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് വിരുന്നൊരുക്കുന്നത് തിയേറ്ററിലൂടെ അല്ല എന്നുള്ളതാണ് ഈ വർഷത്തെ ഒരു പുതുമ. ഈ വർഷം OTT പ്ലാറ്റ്ഫോമിലൂടെയാണ് ഒരു മലയാള സിനിമ റിലീസാവുന്നത്. ഓഗസ്റ്റ് 15 OTT പ്ലാറ്റ്ഫോമായ ZEE5 റിലീസാവുന്ന മനോരഥങ്ങൾ എന്ന ആന്തോളജിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. MD വാസുദേവൻ നായരുടെ ചെറുകഥകൾ ആസ്പദമാക്കി അദ്ദേഹം തന്നെ രചിച്ചിട്ടുള്ള തിരക്കഥയ്ക്ക് വ്യത്യസ്തരായിട്ടുള്ള സംവിധായകർ ദൃശ്യാവിഷ്കാരം ഒരുക്കിയിരിക്കുകയാണ്. ആ ഒരു സിനിമയിൽ നായകന്മാരായിട്ട് അഭിനയിക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലും ബിജു മേനോനും ഫഹദ് ഫാസിലും ആസിഫ് അലിയും അങ്ങനെ തുടങ്ങിയ പ്രഗത്ഭരായിട്ടുള്ള നടന്മാരാണ്. അതുപോലെ തന്നെ മനോരഥങ്ങൾ അണിയിച്ചൊരുക്കിയ സംവിധായകർ പ്രമുഖരായിട്ടുള്ളത് പ്രിയദർശൻ, ജയരാജ്, സന്തോഷ് ശിവൻ, രഞ്ജിത്ത് തുടങ്ങിയവരാണ്. അങ്ങനെ നമ്മൾ ഏറെക്കാലമായ പ്രതീക്ഷയോടെ കാത്തിരുന്ന വർഷങ്ങൾക്ക് ശേഷം MDയുടെ തിരക്കഥയിൽ ഒരുങ്ങുന്ന ഒരു സിനിമ മറ്റൊരു കേരള കഫേ ആകാൻ സാധ്യതയുള്ള ഒരു ആന്തോളജി മൂവിയാണ് മനോരഥങ്ങൾ. അപ്പോൾ ഓഗസ്റ്റ് 15 ZEE5 നമുക്ക് മനോരഥങ്ങൾ ആസ്വദിക്കാം. അതേപോലെ തന്നെ ഓഗസ്റ്റ് 15 റിലീസാകുന്ന മറ്റൊരു സിനിമ തമിഴ് ഭാഷയിലാണ്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത് ചിയാൻ വിക്രം നായകനായിട്ട് അഭിനയിക്കുന്ന തങ്കലാൻ എന്ന സിനിമ റിലീസാവുന്നത് ഓഗസ്റ്റ് 15 ഈ സിനിമയിൽ നായികയായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ മലയാളികളുടെ പ്രിയ താരം പാർവതി തിരുവോത്താണ്. തങ്കലാൻ എന്ന ഈ ഒരു സിനിമ വളരെ പുരാതനമായിട്ടുള്ള ഒരു കഥയാണ് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ KGFന്റെ ഒക്കെ ഒരു പ്രീക്വൽ ആണെന്ന് തോന്നിക്കുന്ന രീതിയിൽ കോളാർ ഗോൾഡ് മൈനുമായി ബന്ധപ്പെട്ട് അവയുടെ പശ്ചാത്തലത്തിൽ പറയുന്ന ഒരു പുരാതനമായിട്ടുള്ള ഒരു കഥയാണ്. തീർച്ചയായിട്ടും ഏറെ പ്രതീക്ഷ നൽകുന്ന ഈ ഒരു സിനിമ റിലീസാവുന്നത് ഓഗസ്റ്റ് 15 അതേപോലെ ഈ വർഷം ഓഗസ്റ്റ് 15 കേരളത്തിലെ തിയേറ്ററുകൾ റിലീസാവുന്ന മറ്റൊരു സിനിമ എന്ന് പറയുന്നത് ഒരു ഹൊറർ സിനിമയാണ്. അതും ഒരു സൂപ്പർ സിനിമയുടെ 2ാം ഭാഗമാണ്. സ്ത്രീ എന്ന ഹിന്ദി സിനിമയുടെ 2ാം ഭാഗമായ സ്ത്രീ 2 ആണ്. ഇതിൽ ശ്രദ്ധാ കപൂർ ആണ് ശ്രദ്ധേയമായിട്ടുള്ള മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. രാജ്കുമാർ റാവു നായകനായിട്ട് അഭിനയിക്കുന്ന ഈ സിനിമയിൽ തമന്ന ഭാട്ടിയും അഭിനയിക്കുന്നുണ്ട്. അതേപോലെ ഓഗസ്റ്റ് 15 റിലീസാകുന്ന മറ്റൊരു സിനിമ ഒരു കോമഡി സിനിമയാണ്. അക്ഷയ് കുമാറും ആദിത്യ സീലും ഫർദീൻ ഖാനും വാണി കപൂറും ഒക്കെ അഭിനയിക്കുന്ന ഒരു കോമഡി സിനിമയാണ് ഖേൽ ഖേൽമേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോമഡി സിനിമ റിലീസാവുന്നതും ഓഗസ്റ്റ് 15 അപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് 15 പാട്രിയോട്ടിക് സിനിമകളൊന്നും റിലീസ് ആവുന്നില്ലെങ്കിലും നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന സിനിമകളാണ് ഈ ഇൻഡിപെൻഡൻസ് റിലീസാവുന്നത്. അപ്പം ഈ ഒരു 4 സിനിമകളിൽ നിങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്ന് നിങ്ങൾക്ക് ഇവിടെ കമന്റായി രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒന്ന് ഷെയർ ചെയ്തേക്കണം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആൻഡ് എന്റർടൈൻമെന്റ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഇസ് ജുബൈർ സൈനിങ് ഓഫ്. ബൈ.